ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധാകേന്ദ്രമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ IT കമ്പനിയായ അസഞ്ചർ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടതിന് ശേഷം തുടക്കത്തിൽ 10% ഇടിഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അസഞ്ചർ അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുകയും സ്റ്റോക്ക് 10% ഇടിയുകയും 7% ഇടിഞ്ഞ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റിൽ ലിസ്റ്റഡായ ഇന്ത്യൻ IT കമ്പനികളുടെ ADR വെർഷൻ ഇൻഫോസിസ് ADR, വിപ്രോ ADR എന്നിവയിലും 3% ഇടിവ് വന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ IT സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ IT കമ്പനിയായ അസഞ്ചറിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിനെ ഇന്ത്യൻ IT കമ്പനികളുടെ വരാനിരിക്കുന്ന ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഒരു സൂചനയായിട്ടാണ് വിലയിരുത്തുന്നത്. അസഞ്ചർ എന്ന കമ്പനിക്ക് ലഭിച്ച ഓർഡറുകളിൽ 3% ഇടിവ് വന്നതും അസഞ്ചർ അതിൻ്റെ ഗ്രോത്ത് ഗൈഡൻസ് കാര്യമായി ഉയർത്താത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് അസഞ്ചറിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. മുമ്പ് 4 മുതൽ 7% ഗ്രോത്ത് ഗൈഡൻസ് ആയിരുന്നു കമ്പനി പ്രൊജക്റ്റ് ചെയ്തത്. ഇപ്പോൾ 5 മുതൽ 7% ഗ്രോത്ത് ഗൈഡൻസ് ആണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പർ സൈഡിൽ മാത്രം മാറ്റമില്ല, ലോവർ സൈഡിൽ 4% നിന്നും 5% ഗ്രോത്ത് ഗൈഡൻസ് ഉയർത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ മോശമായതിൻ്റെ പശ്ചാത്തലത്തിലാകാം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ അസഞ്ചർ എന്ന സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത്. കൂടാതെ എലോൺ മസ്കിൻ്റെ ഡോജ് വഴിയുള്ള ചെലവ് ചുരുക്കൽ സംരംഭം കാരണം US സർക്കാരുമായിട്ടുള്ള അസഞ്ചറിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാകാനും വരും സമയങ്ങളിൽ അസഞ്ചറിൻ്റെ റവന്യൂവിനെ ഇത് പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അമേരിക്കയിൽ നിന്നാണ് കമ്പനി 16%-ലധികം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലും IT സെക്ടറിലെ സ്റ്റോക്കുകൾ മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. 2024 ഡിസംബറിലെ ഓൾ ടൈം ഹൈയിൽ നിന്നും IT ഇൻഡെക്സ് തന്നെ ഏകദേശം 20% കറക്റ്റായി ഒരു ബിയർ മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. 2025 US ഫെഡ് 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തിയേക്കും എന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് IT സെക്ടറിനെ അത്ര ബാധിച്ചിട്ടില്ല. പ്രത്യേകിച്ചും റിസഷനുമായി ബന്ധപ്പെട്ട ചെറിയ രീതിയിലുള്ള ആശങ്കകളെങ്കിലും IT സെക്ടറിൽ ഉടലെടുക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്നുള്ള ഓർഡറുകൾ കുറയുന്നത് IT സെക്ടറിലെ കമ്പനികളെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ ആണ്. അതോടൊപ്പം തന്നെ ഡോളർക്കെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞിട്ടും ഇവിടെ പ്രോഫിറ്റ് മാർജിൻ ഉയർത്താൻ IT കമ്പനികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് IT കമ്പനികളുടെ ഒരു പ്രധാന കൺസേണായി സിറ്റി എന്ന ബ്രോക്കേജ് ഗ്രൂപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ IT സെക്ടറിൽ തന്നെ കോഷ്യസ് അപ്രോച്ച് വെച്ച് പുലർത്തണമെന്നാണ് സിറ്റി ഗ്രൂപ്പ് അതിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റയർ IT ഇൻഡെക്സ് തന്നെ ബിയറിഷ് ടെറിട്ടറിയിലേക്ക് പ്രവേശിച്ച സാഹചര്യത്തിൽ IT സെക്ടറിലെ ഓരോ സ്റ്റോക്കുകളും കൂടുതൽ വീക്ക് ആവുകയാണ്. ഇൻഫോസിസിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 2000-അടുത്ത് ഡബിൾ ടോപ്പ് രീതിയിലുള്ള ഒരു ബിയറിഷ് പാറ്റേൺ ഫോം ചെയ്യുകയും അതിനുശേഷം സ്റ്റോക്ക് കറക്ഷൻ ഫേസിലേക്ക് കടക്കുകയും ചെയ്തു. 1780 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന നെക്ക് ലൈൻ സപ്പോർട്ടായിരുന്നു. ഈ സപ്പോർട്ട് മറികടന്ന് 1600-അടുത്തെത്തി. ഇനി അടുത്തൊന്നും സ്റ്റോക്കിന് അത്ര പ്രധാനപ്പെട്ട സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു ഫാക്റ്റാണ്. 2024 ബോട്ടം ലെവലായിരിക്കും ഇനി ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ 1500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. ഇൻഫോസിസിൻ്റെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാലും വീക്ക്നെസ് ശക്തമാണ്. 1500 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 1500 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 1400, 1450 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇൻഫോസിസ് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻഫോസിസിനേക്കാൾ മോശമാണ് TCSൻ്റെ അവസ്ഥ. 2024 ബോട്ടം സപ്പോർട്ട് TCSന് നഷ്ടമായി കഴിഞ്ഞു. TCS 3500-അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 3500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും 3350, 3250 എന്ന സോണാണ് TCSനെ സംബന്ധിക്കുന്ന നെക്സ്റ്റ് പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. കോഫോർജിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെയും വീക്ക്നെസ് ശക്തമാണെന്ന് കാണാൻ സാധിക്കും. 10,000-ൽ നിന്നും സ്റ്റോക്കിൽ ഹെവി സെല്ലിംഗ് വരികയും 7500-അടുത്ത് സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. 7500 എന്ന സോൺ സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട സോൺ തന്നെയാണ്. അതേസമയം 7000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ 6500, 6000 തുടങ്ങിയ ലെവലുകളിലേക്ക് കോഫോർജും ഇടിയാൻ സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്